അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ്. അപ്പോൾ ഞാൻ ഇച്ചിരി ബീഫ് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അടുപ്പത്താണ് വെക്കുന്നത്. ഗ്യാസൊക്കെ ഒരു ഇച്ചിരി ലിമിറ്റായിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അടുപ്പത്ത് സാധാരണ ചോറ് മാത്രമേ വെക്കാറുള്ളൂ. കറികളൊക്കെ ഗ്യാസിലാണ് വെക്കാറ്. അപ്പോൾ ഇന്നിപ്പോൾ അടുപ്പത്ത് കറി വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതേ മൺചട്ടിയിലാണ് വെക്കുന്നത്. അടുപ്പ് കത്തിച്ചു. മൺചട്ടിയിലേക്ക് നല്ല കഴുകി വൃത്തിയാക്കിയ ബീഫ് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കാം. മൺചട്ടിയിൽ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാല്ലേ. അതിനകത്തേക്ക് ഞാൻ പൊടിയൊക്കെ ചേർത്തു. അതിൻ്റെ കൂടെ ലേശം ഉപ്പും കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഞാൻ കൈകൊണ്ട് തന്നെ അതങ്ങോട്ട് മിക്സ് ആക്കുവാണ് കേട്ടോ. കൈകൊണ്ട് മിക്സ് ചെയ്തു. അതിനുശേഷം ഞാനത് അടുപ്പത്ത് വെക്കാൻ പോവാണേ. മൺചട്ടിയിലൊക്കെ വെക്കണം കേട്ടോ, നല്ല രുചിയാണ്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ബീഫ് വേകാൻ വെച്ച് ആ സമയം കൊണ്ട് തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക് എല്ലാം കൂടെ നമ്മൾ റെഡിയാക്കാൻ പോയി കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ചതച്ചെടുക്കുവാണ് കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ ബീഫ് റെഡി ആയിട്ടോ വെന്തു. അപ്പോൾ നമ്മൾ സവാള വഴറ്റാൻ പോവാണേ. ചട്ടി വെച്ചു. ചട്ടി നിന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കൊച്ചു ചോദിക്കും ചട്ടിക്ക് അത് കൈ പൊള്ളൂല അമ്മയെന്ന് ചോദിക്കുകയാണ്. നമ്മളിതൊക്കെ ഇത്ര അല്ലേ. അപ്പോൾ ഇതേ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോൾ കടുകിട്ടു. ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് ചേർത്തിട്ടുണ്ട്. അതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് സവാള ചേർത്ത് കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ഒരു പച്ചമുളക് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. ഞാൻ തക്കാളി ചേർത്തു, തേങ്ങാക്കൊത്ത് ചേർത്തു. അതൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ട് മസാല ചേർത്തു കേട്ടോ. നന്നായിട്ട് വഴണ്ടായിരുന്നേ. മസാല ചേർത്തു. അതൊന്ന് ഇതായി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ വീണ്ടും നമ്മുടെ ബീഫ് പൊട്ടനെ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്തു. ഇതേ നോക്കി എൻ്റെ കറി സൂപ്പറല്ലേ. വാ. അപ്പോൾ ഞാൻ ചോറ് ഇച്ചിരി എടുക്കുകയാണ് കേട്ടോ എൻ്റെ കൊച്ചിന് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അവൻ ആദ്യം ടേസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കറിയൊക്കെ ചോറിനകത്തോട്ട് ഒഴിച്ചേ. അവന് ഇച്ചിരി കറി മതി. ഇത് ഞാൻ വാരി കൊടുത്തു. അവൻ്റെ എക്സ്പ്രഷൻ നോക്കി. ആഹാ കൊള്ളാം കേട്ടോ.